അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നുമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ജെട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോകുന്നതാണ്. ജെട്ടി ഡാൻസോ? ജെട്ടി ഡാൻസ്, ജെട്ടി ഡാൻസ്, ജെട്ടി ഡാൻസ്, ജെട്ടി ഡാൻസ്. അതായത് ഈ മക്കളെ തുണിമുക്കി കാണിക്കുമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരിക്കണം ഈ പറയുന്നത്. അത് വരാൻ പറയും, ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞിരുത്തും. എന്റെ അത്താക്കും കൂടി അവകാശപ്പെട്ട വീടാണ്. ഇതിപ്പോ സ്വത്ത് ഭാഗം വെക്കുന്ന വകുപ്പ് വരെയൊക്കെ എത്തിയോ? എന്റെ അത്താക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം പോലെ നോക്കി നിൽക്കേണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടില്ലാത്തല്ല എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നത് തൊട്ടപ്പുറത്തൊരു ബെല്ലേക്കൺ ഉണ്ട്, ഒന്ന് കിണുകിണ അടിച്ചു വെക്കുക. നമ്മളിരുന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപട കിട്ടും. നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ചടപടയെന്ന് കാണാനും പറ്റും. ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. കുറഞ്ഞ പക്ഷം ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമന്റ് ചെയ്യുക. കൂടുതലായി അടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഷാജിദ ഷാജി തന്നെയാണ്. ഈ ഷാജിദ ഷാജിയോട് എനിക്ക് അതിയായ കടപ്പാടുണ്ട്. കാരണം ഞാൻ ചാനൽ തുടങ്ങി, എൻ്റെ കൂടെ തുടങ്ങിയവരെല്ലാം വലിയ വളർച്ചയിലേക്ക് പോയി. എൻ്റെ ചാനലിന് മാത്രം ഒരു വളർച്ച ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് ഇവരുടെ അന്നത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അറിയാവുന്ന കരുതുന്നു. കാരണം ഇവർ അറിയാത്തവർക്ക് വേണ്ടി പറയാം, വിവാഹിതയായി, ഇവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു, ഇവർ കുറേ കോൺട്രവേഴ്സിയിലേക്ക് പോയി വീണു, ഇവർക്ക് കുറച്ച് കാമുകന്മാരും അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ ഇവർക്ക് ചുറ്റും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓരോ മക്കളെ വളർത്താനുള്ള കഷ്ടപ്പാടും അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇഷ്യൂസ് റിയാക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനിലേക്ക് എത്തിച്ചേർന്നത്. വിത്ത് ഓൾ റെസ്പെക്ട്, നമ്മൾ മാന്യമായി മാത്രമേ പുള്ളിക്കാരിയെ റിയാക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ പുള്ളിക്കാരിയുടെ റിയാക്ഷൻ വീഡിയോയിലേക്ക് പോകാം. കാരണം പുള്ളിക്കാരി ഇപ്പോൾ പുതിയൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ വീട്ടിൽ നിന്നും അടി കിട്ടി. പുള്ളിക്കാരിയുടെ അമ്മയുടെ തനി നിറം നിങ്ങൾക്ക് മുമ്പിലേക്ക് തുറന്നിടുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. എനിക്ക് വയ്യാണ്ടായത് അന്ന് രാവിലെ എൻ്റെ ഉമ്മാനായിട്ട് പൊരിഞ്ഞടി നടന്ന ഉമ്മ വാതിലിട്ട് പുറത്ത് ഞങ്ങളാക്കി വാതിലടച്ചിട്ട് എൻ്റെ നെഞ്ഞിൽ വലിയൊരു മുറിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അമ്മ ഞങ്ങളെ പുറത്തിട്ട് വാതിലടച്ചിട്ട് എൻ്റെ നെഞ്ചിൽ വലിയൊരു മുറിവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാത്തമാറ്റിക്സ് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. അന്ന് രാത്രി തന്നെ ഇപ്പോൾ ഞങ്ങൾ KFC കാര്യങ്ങളൊക്കെ കഴിച്ച് വീട്ടിൽ നിൽക്കും. ഞാൻ KFCൻ്റെ ചിക്കൻ അധികം കഴിച്ചിട്ടില്ല, ചെറുതായിട്ട് കുറച്ച് കഴിച്ചിട്ടുള്ളൂ. മക്കൾക്ക് മാത്രമേ മേടിച്ച് കൊടുത്തിട്ടുള്ളൂ. ചില ആൾക്കാർ ഫുഡ് എൻ്റെതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ, പക്ഷെ അല്ല. എൻ്റെ ഉമ്മ ഞാൻ എന്നെ പുറത്താക്കി വാതിലിട്ട് അടച്ചപ്പോൾ അങ്ങനെ എൻ്റെ നെഞ്ഞിലിൻ്റെ മർമ്മമാണല്ലോ, മാറിൻ്റെ അവിടെ ആയിട്ട് വലിയൊരു മുറി ഉണ്ടായിരുന്നു. അതൊക്കെ കാണേണ്ടവരും കാണിക്കേണ്ടവരും ബാക്കിയുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളിലൊക്കെ നമ്മൾ കാണിച്ചിട്ടും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇവർക്ക് തൈറോയിഡിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുള്ള സർജറിക്ക് ചില സബ്സ്ക്രൈബേഴ്സ് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇവർ യൂട്യൂബിൽ വളരെ വലിയ രീതിയിൽ വൈറലായി ഒരുപാട് സാമ്പത്തികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവരോട് ഏറ്റവും റെസ്പെക്ട് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് 5 മക്കളുണ്ട്. ഈ 5 മക്കളെ നല്ല രീതിയിൽ ഇവർ നോക്കി മുന്നോട്ടേക്ക് നടത്തുന്നുണ്ട്. ഇപ്പോഴും കറേജസ് ആയിട്ട് നിൽക്കുന്നു. ഇനി ഇവരോടുള്ള എതിർപ്പ് നമ്മളിലേക്ക് വരികയാണ്. ഒരു പോസിറ്റീവ് കൂടെ, എനിക്ക് ഇവരുടെ ശബ്ദം വളരെ നല്ല ശബ്ദമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഉണ്ടായ ആക്രമണത്തിലാണ് ഇവരുടെ ശബ്ദത്തിന് പ്രശ്നം പറ്റിയെന്നാണ് ഇവർ പറയുന്നത്. അമ്മ കഥ കടച്ചു, അമ്മയായിട്ടൊന്നും ചകട മുജമാലു ഹിന്ദി അറിയാൻ പാടില്ല ആ സാധനം. അങ്ങനെ പുള്ളിക്കാരുടെ നെഞ്ചത്ത് മുറിവുണ്ട്, കഴുത്തിന്റെ പുറകിലൊക്കെ പാടുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ കാണിക്കുന്നതിൽ ഒരു സ്ത്രീ വന്നിട്ട് അവർക്ക് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുന്നു. ബാക്കി പറയാം. അപ്പൊ അന്നത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും നമുക്കൊരു ഇതില്ല. പൈസന്റെ കാര്യത്തിൽ മാത്രം ഒരു നടപടിയാക്കി ഉമ്മാന്റെ മകൻ കയറി തള്ളിയതിന് നമുക്ക് കേസ് എടുത്തിട്ടുണ്ട്, FIR ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഇന്നേ വരയ്ക്കും അവർ വിളിക്കാറുള്ളത് അവർ കള്ളസാക്ഷികളൊക്കെ ഒപ്പിടാനും കൊണ്ടുവരണം പറഞ്ഞത്. അതായത് ഇവരെ ആക്രമിച്ചു ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയി FIR ഒക്കെ ഇട്ട് പോലീസുകാരൻ പറഞ്ഞ് കള്ളസാക്ഷീനെ പോയിക്കൊണ്ടുവരാൻ. അതായത് ഇവരുടെ സൈഡ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കണം പറഞ്ഞത്. അതിൽ നല്ല മികച്ച പോലീസുകാരൻ കള്ളസാക്ഷി ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞ് നല്ല സൂപ്പർ പോലീസുകാരൻ. അതിനെക്കാട്ടിലും മികവ് ഇവർക്കാണ്. അതായത് ഈ പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്യാൻ ഇവർക്കൊരു ഹെൽപ്പ് കിട്ടാനായിട്ട് പോലീസുകാരൻ പറഞ്ഞു. അത് വന്ന് ഇവർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. വളരെ നൈസ്. ബാക്കി പറയും. വിട്ടിട്ട് കോടതിയിൽ നമ്മളത് വില പോവില്ല. കണ്ടു നിന്ന സാക്ഷികൾ പറഞ്ഞത് ഈ എന്താ പറയുക, പ്രതികൾ തന്നെ കണ്ടു നിന്നുകൊണ്ട് പ്രതികൾ സാക്ഷി ഒപ്പിടാൻ പറ്റില്ല. പിന്നെ ഉള്ളത് എൻ്റെ 5 മക്കളും പിന്നെ എൻ്റെ ഫോണും മാത്രമാണ് കേട്ടോ. അപ്പോൾ അവർ മക്കളെ സാക്ഷി നിർത്താൻ പറ്റില്ല. വേറെ 2 കള്ളസാക്ഷികളെ കൊണ്ടുവരാൻ പറഞ്ഞു പോലീസുകാർ. ഞാൻ പറഞ്ഞു കള്ളസാക്ഷി കോടതിയിൽ കൊണ്ടുപോയി പറഞ്ഞാൽ അത് അവർ മാറ്റി മറിച്ചിട്ട് കണ്ടോയെന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരം ഉണ്ടാവില്ല. കാരണം നമ്മുടെ കൂട്ടുകാരൊക്കെ എറണാകുളം, കോയമ്പത്തൂർ അങ്ങനെ ഓരോരോ പണി സ്ഥലത്ത് കിടക്കുന്ന ഫ്രണ്ട്സുകളാണ്. അവരെ കൊണ്ടുവന്നിട്ട് നമ്മൾ സാക്ഷി ഒപ്പിട്ടിട്ട് അവരെ കോടതിയിൽ എത്തിച്ചിട്ട് എന്താ കാര്യം? അവർ പിന്നീട് അതില്ല അല്ലെങ്കിൽ അവർ കണ്ടിട്ടില്ല എന്നുള്ള തെളിയിക്ക് കോടതി അതൊരു തെളിവേ അല്ല. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങ് എറണാകുളത്തൊക്കെയാ. ഇവിടെ അടുത്തെങ്ങാണമായിരുന്നെങ്കിൽ നമുക്ക് മറ്റേ കള്ളസാക്ഷിനെ സെറ്റ് ചെയ്ത് പരിപാടി സെറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ കള്ളസാക്ഷി ഒന്നും വേണ്ട, പുള്ളിക്കാരുടെ തെളിവുകളെല്ലാം മൊബൈലിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. നമുക്ക് ബാക്കിയേക്കാം.
അത് നോക്കേണ്ട കടമുണ്ട്. പിന്നെ ഞാൻ തള്ളാന്നും വേറുള്ളതും വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് മുട്ടിട്ട് ഉമ്മ എന്നല്ലാണ്ട് ഞാൻ വേറെ വാക്കുകൾ ഞാൻ വിളിക്കലില്ല. പക്ഷെ എന്നെ മനസ്സ് മുട്ടിച്ച് നമ്മളുടേതായ കാര്യങ്ങൾ എന്താ പറയുക, നമ്മൾ അത്രയും സപ്പോർട്ടായിട്ട് നിന്നിട്ടും നമ്മളെ ശത്രുക്കളുടെ രീതിയിൽ കാണുമ്പോൾ, സ്വന്തം മോളുടെ ശത്രുക്കളുടെ രീതിയിൽ കാണുന്ന ഒരു ഉമ്മാനെ, അല്ലെങ്കിൽ മക്കളുടെ പേരക്കുട്ടികളുടെ മുന്നിൽ തുണി പൊക്കി കാണിക്കണ ഉമ്മാനെ ഞാൻ എന്ത് വിളിക്കണം? പേരക്കുട്ടികളുടെ മുമ്പിൽ തുണി പൊക്കി കാണിക്കുന്ന ഉമ്മയോ? അതായത് ഇവരല്ല, ഇവരുടെ അമ്മയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അവരെ ഞാൻ തള്ളാന്ന് വിളിക്കുന്നതിൽ എന്താണ് പ്രശ്നം? അതായത് എന്നെ നിങ്ങൾ 5 പിള്ളേരെ തള്ളാന്ന് വിളിക്കുന്നില്ലേ, ഞാൻ തള്ളാന്ന് വിളിക്കും എന്നൊക്കെ അവർ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മളുടെ മാതാവിനോട് അല്ലെങ്കിൽ പിതാവിനോട് നമ്മൾ റെസ്പെക്ട് കീപ്പ് ചെയ്യുക. 2, നമുക്ക് അങ്ങനെ റെസ്പെക്ട് ഇല്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ നമുക്ക് റെസ്പെക്ട് ഇല്ല എന്ന് കാണിക്കാതിരിക്കുക. 3, ഇത്തരത്തിൽ ഈ അമ്മയെ ഇത്തരത്തിൽ സമൂഹ മാധ്യമത്തിലേക്ക് വലിച്ചിടുമ്പോഴത്തേനും അവരുടെ ഒരു ഇമേജ് നമ്മൾ അവിടെ ഇടിക്കുകയാണ്. അത് ഇമേജ് ഇടിക്കാൻ വേണ്ടി തന്നെയാണ് പുള്ളിക്കാരി ഈ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അമ്മയുടെ വീട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. അമ്മയോട് ജോലിക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അമ്മ ജോലിക്ക് പോകുമെന്ന് പറഞ്ഞ് പോയി. ഈ പുള്ളിക്കാരി ഈ വീട്ടിലിരുന്നിട്ട് ഈ ഷാജിയുടെ ഒരു സവിശേഷത ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, വീട്ടുകാർ, കുടുംബക്കാർ, ബന്ധുക്കാർ, സുഹൃത്തുക്കൾ, ഇവരെ ഒന്നും ഇഷ്ടമല്ല, ഇവരെല്ലാം ചതിയന്മാരാണ്. നാട്ടുകാർ, സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ്, ഇവരൊന്നും ശരിയല്ല. ഞാൻ വീഡിയോ ഇടുന്നു, എനിക്ക് പൈസയ്ക്ക് വേണ്ടി ഇടുന്നു, നിങ്ങൾ കാണുക, എനിക്ക് പൈസ കിട്ടണം, അത്രേ ഉള്ളൂ. യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല. സബ്സ്ക്രൈബേഴ്സിനോട് പ്രത്യേകിച്ച് സ്നേഹവും കാര്യങ്ങളും ഒന്നുമില്ല പുള്ളിക്കാരി അങ്ങനെ സാധനമാണ്. ഇടക്കിടയ്ക്ക് ചോദിക്കും, നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് പൈസ കൊടുത്തിരുവോ, നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് എന്നെ അങ്ങോട്ട് ഇതാക്കുമോ, നിങ്ങൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് മറുപടി വരണോ? അങ്ങനെയൊക്കെ സബ്സ്ക്രൈബേഴ്സിനോട് പുള്ളിക്കാരിക്ക് പുച്ഛമാണ്. പുള്ളിക്കാരി ഒഴികെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന എല്ലാവരോടും പുച്ഛമാണ്. സ്വാഭാവികമായിട്ടും അമ്മയും സഹോദരങ്ങളെയും വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാം പുച്ഛമാണ്. ബാക്കിയേക്കാം ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ റോഡും കാര്യങ്ങളൊക്കെ വരേണ്ടതാണ്, ഇതുവരെ വന്നിട്ടില്ല. അപ്പം നമ്മുടെ വഴി ഇങ്ങനെ, നമുക്ക് 4 പറ മതിലോ കാര്യങ്ങളോ ഒന്നുമില്ല, ഈ വേലി മാത്രമേ ഉള്ളൂ. അപ്പം ഇതിങ്ങനെ പൊളിഞ്ഞ് കിടക്കുകയാണ്. 4 പറ റബ്ബർ തൊടി അപ്പുറത്ത് കൂടി ഇപ്പുറത്ത് കൂടി ഒക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. രാത്രി 12, 1 മണിക്കൊക്കെ നമ്മളിപ്പോൾ ഞാൻ ലൈവ് 10, 11 മണിക്ക് 11:30 ലൈവ് അതുവരെ ഇവിടെ ഇരിക്കും, ഞാനും കുട്ടികളും ഇവിടെ ഉണ്ടാവും. അപ്പോൾ കാണാം ഈ നമ്മുടെ ഈ റബ്ബർ തൊടി കൂടെ ആരൊക്കെയോ പോണത് കാണാം. എവിടേക്കാ എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഒരിക്കൽ ഞാൻ എൻ്റെ കുട്ടികളും കൂടി 2 മണിക്ക് ഉറങ്ങി എണീച്ച് മൂത്രമൊഴിക്കാൻ എണീച്ച് മക്കൾക്ക് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എണീറ്റ് വന്നപ്പോൾ ഒരാൾ ഇവിടെ ഇങ്ങനെ റബ്ബർ തൊടിയിൽ നിൽക്കണുണ്ട് കേട്ടോ. അങ്ങനെ ആ റബ്ബർ തൊടിയിൽ നിന്ന് ഞങ്ങളെ കണ്ടതും ആ റബ്ബർ തൊടിൻ്റെ ഉള്ളിൽ കൂടെ ഓടി. ഇത് ഒരുമാതിരി സ്ത്രീകൾ ഒറ്റയ്ക്കുള്ള വീടുകളിലൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ്. കുറെ ഞരമ്പന്മാർ നമ്മളുടെ സമൂഹത്തിലുണ്ട്. സ്ത്രീകളെ ഒറ്റയ്ക്കുള്ളെന്ന് പറയുമ്പോൾ അവർ കുളിക്കുവോ, എന്ന് ബാത്റൂം പോവോ, ഒന്ന് ഒളിഞ്ഞ് നോക്കിയാലോ എന്ന് പറഞ്ഞ് വരുന്നവന്മാരുണ്ട്. ഇത്തരത്തിലൊരു ആളെ കുറിച്ചാണ് പുള്ളിക്കാരി പറയുന്നത്. പുള്ളിക്കാരിയുടെ വീടിന് ചുറ്റും അതിലും വലിയ അടച്ചുറപ്പുകളൊന്നുമില്ല. അപ്പൊ പുള്ളിക്കാരിയെ വായി നോക്കാനോ, അല്ലെങ്കിൽ ആ വീട് സേഫ് അല്ല, ആ ചുറ്റുപാട് സേഫ് അല്ല, അതാണ് പുള്ളിക്കാരി പറയുന്നത്. സേഫ് അല്ലാത്തത് കൊണ്ട് ബാക്കി പറയും. ആരാ എന്താണെന്നൊന്നും നമുക്കറിയില്ല. കറുത്ത ഷർട്ട്, കറുത്ത ലുങ്കി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. അപ്പം നമ്മുടെ ഈ വീട് സേഫ്റ്റി അല്ല. നമ്മുടെ ഈ വീട് 4 പറ കെട്ടിയിട്ടില്ല. റബ്ബർ തൊടി ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്, വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമുക്ക് ഇവിടെ സേഫ്റ്റി അല്ലെങ്കിൽ ആരെന്ത് വേണമെങ്കിലും വന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ വീട്ടിൽ. അപ്പോൾ എന്നിട്ടും നീ എന്തിനാ അവിടെ ഇരിക്കണേന്ന് ചോദിക്കണവർക്ക് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീടാണ്, എനിക്ക് അവകാശമുണ്ട് ഇരിക്കാൻ. വാടക കൊടുത്തിട്ട് എൻ്റെ മക്കൾക്ക് തിന്നേണ്ട പൈസ എൻ്റെ വാടകയ്ക്ക് കൊടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പം അതാണ് നമ്മൾ, എൻ്റെ വീടൊട്ടും സേഫ്റ്റി അല്ല, ചുറ്റുമതിലുകളൊന്നുമില്ല, ആർക്ക് വേണേലും കയറി വന്ന് നമ്മളെ ആക്രമിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനോ എല്ലാം ഉള്ള സാധ്യതകളുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, ഞാൻ എന്താ വേറെ വീട്ടിലോട്ട് മാറാത്തതെന്ന്? അത് എൻ്റെ വീടാണ്, അതിലെനിക്ക് അവകാശമുണ്ട്, ഞാൻ ഉണ്ടാക്കുന്ന പൈസ വാടകയായിട്ട് മറ്റൊരുത്തിന് കൊടുക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ കാണുന്ന നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല, വാടക കൊടുക്കാൻ പറ്റില്ല, അടച്ചുറപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യണത്? എന്തിനാണ് അതങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ തന്നെ ഇട്ട് കൊടുക്കുകയല്ലേ, എൻ്റെ വീടിന് അടച്ചുറപ്പില്ല, ശല്യം ചെയ്യാനുള്ളവർക്ക് വരാം. അങ്ങനൊരു സാധനമല്ലേ നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മാക്സിമം അങ്ങനത്തെ കാര്യങ്ങൾ, നമ്മുടെ പോരായ്മകൾ അറിയിക്കാതിരിക്കാനല്ലേ നോക്കേണ്ടത്. ബാക്കി പറ. ഏതായാലും ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഞരമ്പന്മാരെ നേരിടാൻ നിങ്ങൾ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിൽ അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് ഫയൽ ചെയ്യുക. അത്തരത്തിലുള്ള നിങ്ങളോട് കുത്സിതത്തിൽ ഏർപ്പെടാൻ അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതികളോട് വരുന്ന ആളുകളെ നമുക്ക് പൂട്ടണം. പ്രഗ്നന്റ് ആയി എൻ്റെ ഇക്ക മരിച്ചപ്പോ എനിക്ക് ഗർഭം ഉണ്ടാക്കിയവള്, അവളുടെ മകള് തള്ളെ പിറുപിറുക്കണ്ട, പിറുപിറുക്ക് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തിടും തള്ളെ. പിറുപിറുക്കണ്ട, പിറുപിറുത്താൽ ഞാൻ വീഡിയോ എടുത്തിടും തള്ളെ. അതായത് അമ്മയെ അഭിസംബോധനയാണ് പുള്ളിക്കാരി ചെയ്തൊരു വീഡിയോ. പുള്ളിക്കാരിയുടെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച വീഡിയോ പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി എന്തൊക്കെയോ കുറെ വീഡിയോ എടുക്കും, അതുമായിട്ടൊരു ബന്ധമില്ലാത്ത എന്തൊക്കെയോ പുള്ളിക്കാരി വോയിസിൽ പറയും. ഈ പറയുന്ന സമയത്ത് പുള്ളിക്കാരി എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് പുള്ളിക്കാരി ഓൾറെഡി പുള്ളിക്കാരിയുടെ കുടുംബാംഗങ്ങളെ കുറ്റം പറയാണ്. അതായത് എൻ്റെ ഇക്ക മരിച്ച സമയത്ത് ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് നടന്ന, അല്ലെങ്കിൽ എനിക്ക് ദിവ്യഗർഭം ഉണ്ടാക്കി തന്ന ആളെക്കുറിച്ച് പറയാണ്. അത് ഇവരുടെ ബന്ധുവാണ്.
അപ്പൊ സ്വാഭാവികമായിട്ടും അമ്മയെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചും അങ്ങനെ അല്ലെങ്കിൽ മക്കളെക്കുറിച്ചും ഒക്കെ കുറ്റം പറയുമ്പോഴത്തേനും അമ്മയ്ക്ക് കൊള്ളും. ആ അമ്മ എന്തെങ്കിലും പറയും. അപ്പൊ ഉടനെ ഇവർ പറഞ്ഞ വാക്കാണ് മിണ്ടായിരുന്നു തൊള്ള, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് യൂട്യൂബിൽ ഇട്ട് കളയും. ഭീഷണിയുടെ സ്വരം. ഈ യൂട്യൂബ് ഉണ്ടെന്നുള്ള എല്ലാവർക്കും ഉണ്ട് കേട്ടോ സ്വരം. നമുക്ക് യൂട്യൂബിനകത്ത് വലിയ വ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ സ്വരത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ ചെറിയ സ്വരം, വലിയ സ്വരം ആക്കി കേൾക്കട്ടെ. വെറുക്കാണ്ടിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുത്തിടും. വെറു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയും. ഞാനിവിടെ വോയിസ് കൊടുക്കണേ, ഞാൻ ഇവിടെ വോയിസ് കൊടുക്കണേ. ഇരിക്കണോ? എന്തിനാ എന്നെ വെറു പറയണേ? എന്താ ഭ്രാന്തുണ്ടോ നിങ്ങക്ക്? ഇതിലിപ്പോ ആരാണ് ഈ പുറുപുറു പറയുന്നത്? എനിക്ക് പുറുപുറു അങ്ങോട്ട് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബേസിക്കലി ആക്ച്വലി സ്പീക്കിംഗ്ലി നമ്മൾ വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം നമ്മുടെ വീട്ടിലുണ്ടാവുന്നു, നമ്മളെ മാതാവുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉരസലുണ്ടാവുന്നു. മിനിമം കോമൺ സെൻസ് ഉള്ള ആള് അത് നമ്മൾ മാറ്റി ഒന്ന് റീറെക്കോർഡ് ചെയ്യുകയോ മറ്റൊരു വോയിസ് അവിടെ പ്ലേസ് ചെയ്യുകയോ എന്തിനും ചെയ്യില്ലേ? അത് വീഡിയോ ഒരു വഴിക്കൂടെ പോന്നു, ഇവരും അമ്മയും തമ്മിലുള്ള വഴക്ക് മറ്റൊരു വഴിക്കൂടെ പോന്നു. അമ്മ എന്തൊക്കെയോ പുറുപുറെന്ന് പറയുന്നു, മകൾ തിരിച്ചെന്തെങ്കിലും പുറുപുറെന്ന് പറയുന്നു. ബാക്കി പുറുപുറ്. അപ്പൊ നമ്മള് എന്താ പറയാ, അവളുടെ ആ ഒരു മകളുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടാണ് നമ്മള് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നുമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ജെട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോകുക തന്നെയാണ്. ജെട്ടി ഡാൻസോ? ജെട്ടി ഡാൻസ് അതായത് ഈ മക്കളെ തുണിമുക്കി കാണിക്കുമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരിക്കണം ഈ പറയുന്നത്. അത് ഞാൻ ഇവർക്ക് യൂട്യൂബിൽ ഇടാൻ പോവാണെന്ന് പറയുന്നു. ആ സാധനം റെക്കോർഡ് ചെയ്ത് നാട്ടുകാരെ കേൾപ്പിക്കുന്നു. ഇവർക്ക് മില്യൺസ് വ്യൂസ് ആണ്, 194K സബ്സ്ക്രൈബേഴ്സ് എന്തോ ഉണ്ട്. അത്യാവശ്യം വ്യൂസും ഉണ്ട് ഇവർക്ക്, അത്യാവശ്യം ഫാൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മളൊരു മിനിമം കോമൺ സെൻസ് പാലിക്കേണ്ടതില്ലേ? എന്റെ മാനം പോവും, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. എന്റെ തള്ളയല്ലേ എന്നുള്ളത് എന്റെ മാനം പോവേ പബ്ലിക്കായിട്ട് കണ്ടാലേ. നല്ല കുടുംബം, മികച്ച കുടുംബം എങ്ങനെ വേണം? ബാക്കി കേക്കട്ടെ. അപ്പനെ നിങ്ങൾ നോക്കണമെന്നില്ലല്ലോ, അതുകൊണ്ട് എന്റെ അപ്പനെ പറയണ്ട. ഞാൻ നോക്കും. എന്റെ അത്ത എന്റെ അടുത്ത് വന്നാൽ ഞാൻ അന്തസ്സായി നോക്കും. വരാൻ പറയും, ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞിരുത്തും. എന്റെ അത്താക്കും കൂടി അവകാശപ്പെട്ട വീടാണ്. ഇതിപ്പോ സ്വത്ത് ഭാഗം വെക്കുന്ന വകുപ്പ് വരെയൊക്കെ എത്തിയോ? എന്റെ അത്താക്കും കൂടെ അവകാശപ്പെട്ട വീടാണ്, ഞാൻ നോക്കും, ഇത് അങ്ങനെയാണ്, ഇത് എന്റെ വീടാണ്, എനിക്ക് വാടക, ഇത് എന്തൊക്കെയാണിത്? ഞാൻ പറഞ്ഞിരുത്തും നന്നായി അന്തസ്സായി ഷാജി നോക്കും. ഇപ്പൊ ഷാജിക്ക് നോക്കാനുള്ള കഴിവുണ്ട്. ഞാൻ നോക്കും. നിങ്ങൾ ആട്ടിവിടുന്ന പോലെ അല്ല എന്റെ അത്താനെ. നിങ്ങൾ ആട്ടിവിടെ മടാളും കത്തി എടുത്തിട്ട് ആട്ടിവിടുന്നതല്ല. പാതുകാപ്പ് നിങ്ങൾക്ക് എന്തിനാ പാതുകാപ്പ്? നിങ്ങളുടെ ആങ്ങളാരുണ്ടല്ലോ നിങ്ങൾക്ക് പാതുകാപ്പാൻ. അങ്ങനെ നമ്മള് അവിടെ എത്തി, സൗരിവാളയം എത്തി. ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് നേരെ സൗരിവാളയല്ല കേട്ടോ, ഉടയവും വളയാണ്. ആ തള്ളങ്ങനെ കുറുകുറുത്തോണ്ടിരിക്കും. അത് നിങ്ങൾ കണക്കാക്കണ്ട, അതങ്ങനെയാണ്. 60 വയസ്സായ ചൊറിയുന്ന പറയും. അപ്പൊ അതൊക്കെയാണ് ബേസിക്കായിട്ട് എന്ത് സംഭവിച്ചത്. ഷാജി എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിടുമ്പോൾ നമ്മളെപ്പോലുള്ള കുറെ പേര് ഇതെടുത്തിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തും. നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു മാന്യതയാണ് അവിടെ തകർന്നു വീഴുന്നത് എന്നൊന്ന് മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ അടുത്തൊരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും ഇവരുടെ മക്കളെ എത്തിങ്ങാനെ വിട്ടേക്കുമായിരുന്നു. അവിടുന്ന് എന്തൊക്കെയോ പ്രശ്നമായി, അവിടുത്തെ സാർ ശരിയല്ല, എന്തൊക്കെയോ പിന്നെ വേറെ എന്തൊക്കെയോ വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ സ്വന്തം ഉമ്മനെ, അതായത് നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നു, ആ വീട്ടിലെ ഉമ്മേനെ നമ്മൾ അനാവശ്യം പറയുന്നു, നിങ്ങളെ ഷെഡ് ഡാൻസ് ചെയ്യാൻ എടുത്ത് ഇടും എന്നൊക്കെ പറയുമ്പോഴത്തേനും താങ്കളുടെ മക്കൾ ഇത് കേൾക്കുന്നില്ലേ? നാളെ ഒരു സമയത്ത് ഇങ്ങനെയാണ് അപ്പോൾ ഒരു ഉമ്മേനെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നൊരു ചിന്ത അവരിലേക്ക് വരില്ല എന്നെന്താണ്? കാരണം മക്കളൊക്കെ ഇവർ നന്നായിട്ടോ വളർത്തുന്നത്. അത് ഷെയർ ചെയ്യണം, ഫുഡ് ഷെയർ ചെയ്യണം, അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നൊരു മോഡലും കൂടില്ലേ? കൊള്ളാം. വീണ്ടും എത്രയും പെട്ടെന്ന് നേരിൽ കയറട്ടെ. വളരെ നല്ല കാര്യമാണ്. നന്നായി അടിച്ചു കയറുക. നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീരട്ടെ. നിങ്ങൾ വീഡിയോ ഇടുമ്പോഴത്തേനും നിങ്ങൾ നല്ല രീതിയിൽ വീഡിയോ ഇടുക, നല്ല രീതിയിൽ റീച്ച് ഉണ്ടാവട്ടെ, നല്ല രീതിയിൽ വീഡിയോസ് വൈറലാകട്ടെ, നല്ല രീതിയിൽ പണം ഉണ്ടാക്കട്ടെ. കുറച്ച് കോമൺ സെൻസ് ഉപയോഗിക്കുക. എന്ത് ജനങ്ങളെ കാണിക്കാം, എന്ത് ജനങ്ങളെ കാണിക്കാൻ പാടില്ല എന്നും കൂടെ ചിന്തിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകൾ രേഖപ്പെടുത്താൻ. മറ്റൊരു വീഡിയോ കാണാം. ബൈ.